റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ്. താഴെ 6 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഇടത് സൈഡിൽ അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരങ്ങൾ എടുത്തിട്ട് ഇവിടെയൊക്കെ എഴുതാനാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്. ഇവിടെ ഓപ്ഷനുകൾ ആദ്യം നോക്കാം നമുക്ക്. നീതിമാനായ നേതാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു, അബൂ ഖുഹാഫ, സഅദ് റളിയല്ലാഹു അൻഹു, സ്വദഖ, അഫ്നിയത്തിക്കും എന്നൊക്കെയാണ് ഓപ്ഷനുകളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേര് അബൂ ഖുഹാഫ എന്നാണ്. ഇവിടെ ഉത്തരം അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇവിടെ അങ്ങനെ എഴുതാം, അബൂ ഖുഹാഫ. രണ്ടാമത്തെ ചോദ്യം, നല്ല വാക്ക്. നല്ല വാക്ക് എന്നുള്ളതിനോട് ഇത് കൂടുതൽ യോജിക്കുന്നത് എന്താണ്? സ്വദഖ. നല്ല വാക്ക് സ്വദഖയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വാക്ക് സ്വദഖ. ഇനി 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി. നബി തങ്ങളുടെ പേരക്കുട്ടിയുടെ പേര് ഇവിടെ ഉണ്ടല്ലോ, ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലേ? ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നാണ് നബി തങ്ങളുടെ പേരക്കുട്ടി. 4ാമത്തത് നള്ളിഫു. നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ച ഒരു ഹദീസാണ്. നള്ളിഫു, നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങളെ വൃത്തിയാക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ അറബി എന്താണ്? അഫ്നിയത്തിക്കും എന്നാണ്. അപ്പോൾ അതവിടെ ഇതാം, നള്ളിഫു അഫ്നിയത്തിക്കും. അപ്പോൾ അത് കംപ്ലീറ്റായി. 5ാമത്തത് അർഷിൻ്റെ തണൽ. അർഷിൻ്റെ തണൽ ലഭിക്കുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. ആരാണത്? ഇതാണ് അതിൻ്റെ ആൻസർ. എന്താണ്? നീതിമാനായ നേതാവ്. അർഷിൻ്റെ തണൽ ലഭിക്കും നീതിമാനായ നേതാവ്. ഇനി 6ാമത്തത്, വുളൂഇലും ദുർവ്യയമുണ്ടോ? ഇതൊരാൾ ചോദിച്ചതാണല്ലേ, ഒരു സ്വഹാബി. ആരായിരുന്നു അത്? സഅദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോൾ അതാണ് 6ാമത്തത്, വുളൂഇലും ദുർവ്യയമുണ്ടോ? അത് ഇവിടെ യോജിക്കുന്ന ഉത്തരം സഅദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അങ്ങനെ എഴുതാം. ഇവിടെ അടുത്തൊരു ആക്ടിവിറ്റി പൂർത്തിയാക്കാമെന്നാണ്. താഴെ 5 ചോദ്യങ്ങളിൽ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അത് വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കാനാണ്. അതിലൊന്നാമത്തെ ചോദ്യം, ഹുസൈനും മിന്നി വ അന ഡാഷ് എന്നാണ്. ഹുസൈനും മിന്നി വ അന മിൻ ഹുസൈനിൻ എന്നാണ്. അപ്പോൾ ഹദീസൊക്കെ കാണാതെ പഠിക്കുക, അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക. വ അന മിൻ ഹുസൈനിൻ, അപ്പോൾ അവിടെ മിൻ ഹുസൈനിൻ എന്നാണ് ചേർക്കേണ്ടത്. 2ാമത്തേത്, ജീവികൾക്ക് ഡാഷ് വെള്ളവും നൽകണം. ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭക്ഷണവും എന്ന് ചേർത്ത് കൊടുക്കുക, വെള്ളവും നൽകണം എന്നവിടെ ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റായി. 3ാമത്തേത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഡാഷ് അൽ മൗലിജി എന്നാണ് വേണ്ടത്. പിന്നെ ഡാഷ് അൽ മഖ്റജി എന്നാണ്. എങ്ങനെ വരിക? മൗലജി അല്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി എന്നാണ്. അപ്പോൾ ഇവിടെ വ ഖൈറ എന്നും കൂടി ചേർത്ത് കൊടുക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി എന്നാവും. അപ്പോൾ ഇനി 4ാമത്തത്, ശരീരത്തിലെത്തിയ പ്ലാസ്റ്റിക് മാരക ഡാഷ് കാരണമാകും. മാരക രോഗങ്ങൾക്ക് കാരണമാകും എന്നാണ് അവിടെ ചേർക്കേണ്ടത്. ശരീരത്തിലെത്തിയ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും. അപ്പം അങ്ങനെ അത് പൂർത്തിയാക്കാം. 5ാമത്തത്, ഇൽമ് പഠിക്കൽ എല്ലാ മുസ്ലിമിനും ഡാഷ് നിർബന്ധമാണ് എന്നാണ്. ഇൽമ് പഠിക്കൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. അപ്പോൾ നമുക്കങ്ങനെ പൂർത്തിയാക്കാം. അടുത്തത് 2 എഴുതാം എന്നാണ്. 2 വീതം എഴുതാം, അല്ലെങ്കിൽ 3 വീതം എഴുതാം, അല്ലെങ്കിൽ 1 വീതം എഴുതാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ദുറൂസിലൊക്കെ എന്തായാലും അത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ 1ാമത്തെ ചോദ്യം, തെറ്റായ ധാരണയുടെ ദോഷങ്ങൾ. തെറ്റായ ധാരണയുടെ ദോഷങ്ങൾ നമ്മൾ 8ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ വെറുപ്പുണ്ടാക്കുന്നു, ഗീബത്ത് പറയുന്നതിന് അവസരമൊരുക്കുന്നു, ശത്രുത ഉണ്ടാക്കുന്നു, കുടുംബബന്ധം തകരാൻ കാരണമാകുന്നു, സമൂഹത്തിൽ സമാധാനം നഷ്ടപ്പെടാനിട വരുത്തുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതാം. ഞാനിവിടെ 2 എഴുതിയിട്ടുണ്ട്. 1 വെറുപ്പ് ഉണ്ടാകുന്നു, 2 ശത്രുത ഉണ്ടാകുന്നു. നിങ്ങൾക്ക് പഠിച്ചതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. 2ാമത്തേത്,
ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ. ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ. അത് നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ചെറിയവരോട് എങ്ങനെ കരുണ കാണിക്കാമെന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെ? അവരോടൊപ്പം കളിക്കുക, അവരെ ചുംബിക്കുക, അവർ പറയുന്നത് കേട്ടിരിക്കുക, പിന്നെ അവരുടെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കുക, തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക, നന്മ കണ്ടാൽ പ്രശംസിക്കുക, അവർക്ക് സമ്മാനം നൽകുക, അവരെ സഹായിക്കുക, അവർക്ക് സംരക്ഷണം നൽകുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം. ഞാനിവിടെ ആദ്യത്തെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. ഒന്ന് അവരോടൊപ്പം കളിക്കുക, മറ്റൊന്ന് അവരെ ചുംബിക്കുക. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് എഴുതാം. ഓർഡറിൽ വേണം എന്നൊന്നും നിർബന്ധമില്ല. ഇനി മൂന്നാമത്തത് സാഹോദര്യം നിലനിർത്തുന്നതിന് ചെയ്യാവുന്ന കാര്യങ്ങൾ. സാഹോദര്യം നിലനിർത്തുന്നതിന് ചെയ്യാവുന്ന കാര്യങ്ങൾ. അത് നമ്മൾ എത്രാമത്തെ പാഠത്തിലാണ്? അത് ഈ 5ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ. പേജ് നമ്പർ 16 കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സാഹോദര്യം നിലനിർത്തുന്നതിന് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക, അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക, അവരെ സഹായിക്കുക, തെറ്റുകൾ സൗമ്യമായി തിരുത്തുക, അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക, അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക, അവരെ സന്ദർശിക്കുക, അവരുടെ അഭിമാനം കാക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. രണ്ടെണ്ണം എഴുതാം. ഞാനിവിടെ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. ഒന്ന് മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക, അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക. കുറേ എണ്ണം പറയുന്നുണ്ട്. അതിൽ നിന്ന് ഏതും എഴുതാവുന്നതാണ്. നാലാമത്തത് മുതിർന്നവരോടുള്ള ആദരവിൻ്റെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ. മുതിർന്നവരോടുള്ള ആദരവിൻ്റെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ 6ാമത്തെ പാഠത്തിൽ മുതിർന്നവരെ എങ്ങനെ ആദരിക്കാം എന്ന് പറയുന്നുണ്ട്. അതിലൊരു 4-5 കാര്യങ്ങളുണ്ട്. ആദരവോടെ വിളിക്കുക, അതവോടെ സംസാരിക്കുക, അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, ഭക്ഷണം നൽകുമ്പോൾ മുൻഗണന നൽകുക, ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക. ഇങ്ങനെ കുറച്ച് 4-5 കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം. ഞാനിവിടെ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദരവോടെ വിളിക്കുക, രണ്ടാമത്തത് അതവോടെ സംസാരിക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. അതിൽ 1ാമത്തെ ചോദ്യം, ഈമാനിൻ്റെ പകുതിയാണ് അത് ഏത്? ഈമാനിൻ്റെ പകുതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടത്. അത് ഏതാണ്? ക്ഷമയാണ് അല്ലേ. അസ്വബുറു നിസ്ഫുൽ ഈമാൻ എന്നാണ്. ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ്. അപ്പോൾ ഈമാനിൻ്റെ പകുതിയാണ് ഏത്? ക്ഷമ എന്നോ അല്ലെങ്കിൽ സ്വബുർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ്. ഇനി 2ാമത്തത്, യർമൂക്ക് യുദ്ധത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളവുമായി 3ാമത് പോയത് ആരുടെ അടുത്തേക്ക്? അവിടെ പുസ്തകത്തിൽ നമ്മൾ 2ാമത് പോയതാണ് പേര് പറയുന്നത് അല്ലേ പുസ്തകത്തിൽ. അപ്പോൾ അത് 2ാമത് എന്ന് തിരുത്തി വായിക്കുക. അത് ആരുടെ അടുത്തേക്കാണ്? ഹിഷാം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കാണ്. ഹിഷാം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഹിഷാം റളിയല്ലാഹു അൻഹു, ഹിഷാം എന്ന് എഴുതിയാലും മതി, പേരെങ്ങനെ എഴുതാം. പിന്നെ അതിൽ 3ാമത്തെ ചോദ്യം, ശരീരം വൃത്തിയാക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ. ശരീരം വൃത്തിയാക്കാൻ എന്തൊക്കെ ചെയ്യണം? മിസ്വാക്ക് ചെയ്യൽ, അതേപോലെ നഖം മുറിക്കൽ, കുളിക്കൽ. അപ്പോൾ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം, അങ്ങനെയൊക്കെ എഴുതാം. മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം, അങ്ങനെ എഴുതാം. 4 തഖ്വ എന്നാൽ എന്താണ്? തഖ്വ എന്നാൽ എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കലും അള്ളാഹു നിരോധിച്ചതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലുമാണ് തഖ്വ. തഖ്വക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കലും അള്ളാഹു നിരോധിച്ചതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലും, അതാണ് തഖ്വ. ഇനി 5ാമത്തേത് എന്താ? പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന നാശകാരി ഏതാണ്? എല്ലാവർക്കും അറിയുന്നതാണ്. ഏതാണ്? പ്ലാസ്റ്റിക് ആണല്ലേ. പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന നാശകാരി ഏതാണ്? അത് പ്ലാസ്റ്റിക്കാണ്. ഇനി 6ാമത്തേത്, പ്രയാസങ്ങൾ നേരിടുമ്പോൾ എന്ത് ചൊല്ലണം? നമുക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത്? അവസാന ഭാഗത്ത് പാഠങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നാണ് അല്ലേ. പ്രയാസങ്ങൾ നേരിടുമ്പോൾ എന്ത് ചൊല്ലണം? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇനി ഇവിടെ അടുത്തൊരു ആക്ടിവിറ്റി പൂരിപ്പിക്കുക എന്നുള്ളതാണ്. 2 ചോദ്യങ്ങളുണ്ട്. അതിൽ 1ാമത്തേത്, യാ അയ്യുഹല്ലദീന ആമനു ഡാഷ് കസീറം മിനൽ വന്നി ഇന്ന ബഅള ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതേതാണ്? യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറം മിനൽ വന്നി എന്നാണ്. അപ്പോൾ ഇജ്തനിബു എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. ഇജ്തനിബു കസീറം മിനൽ വന്നി. ഇനി ഇന്ന ബഅള കഴിഞ്ഞിട്ട് അല്ലന്നി ഇസ്മുൻ എന്ന് ചേർക്കാണ്ട്. ഇന്ന ബഅളല്ലന്നി
ഇസ്മുൻ. അപ്പോൾ അതാണ്. അപ്പോൾ അത് കംപ്ലീറ്റായി. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറം മിനല്ലന്നി ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ. എന്നതിൻ്റെ അർത്ഥം സത്യവിശ്വാസികളെ തോന്നലുകളിൽ അധികവും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. നിശ്ചയം ചില തോന്നലുകൾ കുറ്റകരമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഇത് ഇങ്ങനെ പൂരിപ്പിക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ അർത്ഥം കൂടി പഠിച്ചു വെക്കുക. കാരണം വരാൻ പോകുന്ന പരീക്ഷയിൽ അർത്ഥം എഴുതാൻ വേണ്ടിയൊക്കെ വന്നാൽ നമുക്കത് സിമ്പിളായിട്ട് എഴുതാമല്ലോ. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറം മിനല്ലന്നി ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ. അർത്ഥം ഒന്നും കൂടി പറയാം. സത്യവിശ്വാസികളെ തോന്നലുകളിൽ അധികവും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. നിശ്ചയം ചില തോന്നലുകൾ കുറ്റകരമാണ്. ഇനി രണ്ടാമത്തത് അൽ മുഅ്മിനു ലിൽ മുഅ്മിനി ഡാഷ് യശുദ്ദു ഡാഷ് ബഅള എന്നാണ്. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാനി എന്നാണ് അല്ലേ. കൽ ബുന്യാനി യശുദ്ദു ബഅളുഹു ബഅള എന്നാണ്. അപ്പോൾ ഇവിടെ ബഅളുഹു എന്നാണ് ചേർക്കേണ്ടത്. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കഴിഞ്ഞിട്ട് കൽ ബുന്യാനി എന്നും യശുദ്ദു കഴിഞ്ഞിട്ട് ബഅളുഹു എന്നും ചേർക്കുക. അപ്പോൾ എന്തായി? അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാനി യശുദ്ദു ബഅളുഹു ബഅള എന്നായി. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് കെട്ടിടം പോലെയാണ്. അതിൻ്റെ ചില ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്നൊക്കെ അർത്ഥം പറയാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.